ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റീനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പർദ്ദ വെച്ചിട്ട് അടിപൊളി ഒരു നമ്മൾ ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷോർട്ട് ടോപ്പാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മൾ ഓൾറെഡി കോഡ് ഡ്രസ്സിൻ്റെതും അതേപോലെ തന്നെ ടോപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം നമ്മൾ പർദ്ദ ഇതേപോലെ നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഫ്രണ്ട് പോർഷനൊക്കെ ഇതേപോലെ വർക്ക് കാര്യങ്ങൾ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ക്ലോത്ത് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. വൃത്തിയുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 34 ഇഞ്ചിലാണ് നമ്മുടെ ലെങ്ത് വരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ബട്ടൻ്റെ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടൻ്റെ സ്പേസ് കൊടുക്കുന്നതിന് നമ്മൾ 3 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ ഇതേപോലെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വേറെ ബാക്കിൽ വേറെ ആയിട്ടാണ് നമ്മൾ കട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 7 ഇഞ്ചാണ് നമ്മൾ നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് കേട്ടോ. 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആം ഡൗൺ നമുക്ക് 7 എണ്ണാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 36 സൈസിൽ വരുന്ന ഒരു മെഷർമെൻറ്റും കാര്യങ്ങളാണ് കേട്ടോ. ഏകദേശത്തിൽ ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് നമ്മൾ ആം ഡൗണും 7 ഇഞ്ച് നമ്മൾ ഷോൾഡറും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരു പർദ്ദ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഒരു കുറച്ച് വയക്കലുള്ള തുണിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ബീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് ഒരു 7 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ്. അപ്പോൾ ചെസ്റ്റ് അളവ് എത്രയാണോ നിങ്ങളത് അതിനനുസരിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. എക്സ്ട്രാ 2 ഇഞ്ചും കൂടി കൊടുക്കുക കേട്ടോ നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ 3 ഇഞ്ചിന് ശേഷമാണ് നമ്മൾ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഈ 3 ഇഞ്ച് എക്സ്ട്രാ വരുന്നതിന് ശേഷമുള്ള ഭാഗത്താണ് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 10 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രായും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചതിന് ശേഷം നമ്മുടെ കൈക്കുഴി ഇതേപോലെ ഒന്ന് ഷേപ്പിൽ നമ്മൾ ഈ 10 ഇഞ്ചിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്താണ് നമ്മൾ കൊടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 കൊടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ ഓവറായിട്ടൊന്നും കൊടുക്കുന്നില്ല, 3 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു നെക്ക് കൊടുക്കാനാണ്, നമ്മൾ കോളറ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടൊരു ക്രോസ് പീസ് വെച്ചിട്ട് ചെറിയൊരു നെക്ക് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു നെക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷേപ്പിൻ്റെ അളവ് എത്രയാണോ ആ ഷേപ്പും ജസ്റ്റ് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സൈഡ് അപ്പറൊന്നുമല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 15 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് എന്നുള്ളതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കട്ടെ. അപ്പം നമുക്ക് എനിക്കുള്ളത് 9 ആണ്. 9ഉം അതേപോലെ തന്നെ എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ചും കൂടി കൊടുത്തിട്ടൊന്ന് കറക്റ്റ് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വരുന്ന പോർഷൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതൊരു കറക്റ്റ് നമ്മുടെ ആ ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു നമ്മളിടുന്ന സമയത്ത് വാർച്ചൽ കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ കറക്റ്റ് ഷേപ്പിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ 2 ഇഞ്ചും ബാക്കി വരുന്നത് നമ്മൾ ഇതേപോലെ ഒന്ന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലുള്ള മാർക്കിങ്ങും കാര്യങ്ങളും. പിന്നെ നമുക്കൊരു 3/4 ഇഞ്ചിൽ 1/2 ഇഞ്ചിൽ നമുക്കൊരു സ്ലോപ്പും കൂടി വരച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു സ്ലോപ്പും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്യാനുള്ളൂ. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഈ 3 ഇഞ്ചിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് ആ 3 ഇഞ്ച് നമ്മൾ ബട്ടൻ്റെ സ്പേസ് വിട്ടതോടൊപ്പം തന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 3 ഇഞ്ച് കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ബട്ടനുള്ള ചെയ്ത് വെക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് നെക്കിൻ്റെ വിടുത്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പം നമ്മളത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ ജസ്റ്റ് ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ 3 ഇഞ്ചോട് കൂടി തന്നെ നമ്മൾ നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ 3 ഇഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള അവിടെ നമ്മൾ ഇതേപോലെ രണ്ടും കൂട്ടി ചേരുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് സ്പോട്ട് നമുക്ക് കിട്ടും. ഇത് ഫോൾഡ് എത്രത്തോളം നമുക്ക് രണ്ടും ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബട്ടൻ്റെ സ്പേസ് ഉണ്ടാക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളത് നമ്മളെ സ്ലോപ്പ് കാര്യങ്ങൾ, കൈക്കുഴി കാര്യങ്ങൾ, ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള തുണി ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ ബീഡ്സ് കാര്യങ്ങൾ, പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൈക്കുഴി കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം എല്ലാം നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഇത്, ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ഭാഗമാണിത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന 2 പീസായിട്ടാണ് ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. 2 പീസായിട്ട് വരുന്നത് നമ്മുടെ ആ ബട്ടൻ്റെ സ്പേസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗമില്ലേ അതിലേക്കായിട്ട് നമുക്ക് ഇതേപോലെ 2 മടക്കായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആദ്യം തന്നെ നമ്മൾ അതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് 2 ഫോൾഡിൽ നമുക്ക് മടക്കിയെടുത്തിട്ട് കട്ട് ചെയ്ത ഭാഗത്തേക്കായിട്ട് 2 ഇതിൽ ഫോൾഡ് ചെയ്തിട്ട് ആ 2 ഭാഗം നമുക്കൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് നോക്കാം കേട്ടോ. ബാക്ക് പോർഷന് നോർമൽ നമ്മുടെ അളവ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ തന്നെയാണ് കേട്ടോ. നമ്മൾ 3 ഇഞ്ച് വിഡ്ത്ത് കൊടുത്ത് 3 ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത് കൊടുത്തത്. 7 ഇഞ്ച് നമ്മൾ ആം ഡൗണും ഷോൾഡർ 7 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അത്രയൊക്കെ തന്നെയുള്ളൂ നോർമൽ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളാണ്. ചെസ്റ്റ് 10 കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 10 ഇഞ്ചിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അവിടെ ജസ്റ്റ് നമ്മൾ ബാക്കിൽ 2 ഇഞ്ചിൽ നമ്മളൊരു ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബാക്കിലേക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ 10 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റായി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമ്മൾ മുകളിലുള്ള പാർട്ട് നമ്മൾ കട്ട് ചെയ്യുമല്ലോ, മുകളിലുള്ള പാർട്ട് നമ്മൾ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്താൽ ബാക്കി വരുന്ന പോർഷനിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടാവും. നമ്മുടെ മറ്റേത് കറക്റ്റ് ഷേപ്പായിരിക്കും വരാം, മറ്റേത് കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ എടുക്കുന്ന ക്ലോത്തിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ക്ലോത്ത് വീതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലോത്ത് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ പർദ്ദയുടെ ക്ലോത്ത് ആണല്ലോ, അപ്പോൾ അത്ര തന്നെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ക്ലോത്തിൽ 2 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളൊരു 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നെക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൈക്കുഴി ഇതേപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അളവ് കാര്യങ്ങളൊക്കെ ഇതിലെടുത്തതിനെ കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ കൈക്കുഴിയും ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ബാക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നോർമലി നമ്മൾ സ്ലീവിൻ്റെ കൈക്കുഴി കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 10 ഇഞ്ചിലാണല്ലോ ചെസ്റ്റ് മാർക്ക് ചെയ്തത്. അപ്പോൾ ആ 10 ഇഞ്ചിൽ 1 ഇഞ്ച് നമുക്ക് ക്ലോത്ത് ഒരുപാട് ഇല്ലാത്തതിനെ കൊണ്ട് 10 ഇഞ്ചിനോടൊപ്പം 1.5 ഇഞ്ച് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ, ഒരുപാട് ഇഞ്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ക്ലോത്ത് നമ്മൾ 2 പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം അതും ബാക്കിയുള്ള ആ ഒരു ക്ലോത്തും കൂടി നമുക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഉണ്ടാവുമല്ലോ, ചില ക്ലോത്തിൽ ഒരുപാടുണ്ടാവും, നമുക്ക് അത്ര ഒരുപാട് വേണ്ട, നമുക്ക് ഏകദേശം ഒരു 2-3 ഇഞ്ച് എക്സ്ട്രാ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എത്രയാണോ നമുക്ക് എക്സ്ട്രാ വരുന്നത് 2 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ആ 2 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് മതിയിട്ട് എക്സ്ട്രാ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ പ്ലീറ്റ്സ്, ഒരുപാട് പ്ലീറ്റ്സ് അല്ല നമ്മൾ ബാക്കിലൊക്കെ കാണാറില്ല, ഒരു നമ്മുടെ നോർമൽ ടോപ്പിനൊക്കെ നമ്മൾ ബാക്കിൽ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കില്ല, അതേപോലെ ജസ്റ്റ് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. ഇതേപോലെ 2 ക്ലോത്തും ചേരുന്ന രീതിയിൽ നമ്മളൊന്ന് പ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷനിലെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ സ്ലീവും പിന്നെ ഇത് കൂട്ടിയടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം, എങ്ങനെയാണിത് ചെയ്യുന്നതെന്നും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് 2 ഡോട്ട് ഇട്ടിട്ടില്ലേ, അത് നമ്മൾ നിവർത്തുന്ന സമയത്ത് 2ആയിട്ട് കാണും. അത് ഇതേപോലെ ഒരു ബീഡ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് മതി കേട്ടോ. ഒരു 2 എണ്ണം എന്നുള്ള ലെവലിൽ 2 പ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഇട്ടിട്ട് ഇതേപോലെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ നോർമലി നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡിൽ തന്നെ ഒരു 3 ഇഞ്ച് നമുക്ക് 9 ഇഞ്ചിലുള്ള സ്ലീവാണ് വേണ്ടത്. 9 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു, 3 ഇഞ്ച് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ആ ഒരു ഇതിന് ഷേപ്പിൽ നമ്മൾ സ്ലീവിൻ്റെ കൈക്കുഴി നമ്മൾ വരച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ മസിൽ റൗണ്ട് 7 വരുന്നത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്ലീവ് ലെങ്ത്താണ് കേട്ടോ വിചാരിക്കുന്നത്. പക്ഷേ ഈ ക്ലോത്തിൽ നമുക്ക് ഏകദേശം ഒരു 16-18 നമുക്ക് ലെങ്ത്ത് കിട്ടുന്നുള്ളൂ. ബാക്കി നമുക്ക് വേറെ ക്ലോത്തിൽ നിന്ന് എക്സ്ട്രാ എടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അത് 16 ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എത്രയാണോ നമുക്ക് അതിനോട് കൂടുതൽ വേണ്ടി 24 ഇഞ്ചാണ് എനിക്ക് നമ്മുടെ ഫുൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത്ര തന്നെ നമ്മൾ എക്സ്ട്രാ എടുക്കാം.
പിന്നെ ഇതാ നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ബട്ടൺ സ്പേസില്ലേ അത് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒന്നും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ബട്ടൺസ് കാര്യങ്ങളൊന്നും വെക്കാതെ ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി അതിൻ്റെ മുകളിലൂടെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ 3 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ഒരു കഴുത്തിൻ്റെ അവിടെ കുറച്ച് സ്പേസ് കിട്ടാനും താഴത്തേക്കും അതേപോലെ തന്നെ 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബാക്ക് പോർഷനിൽ നമ്മൾ പ്ലീറ്റ് ഇട്ടുകൊണ്ട് ചെയ്യുന്നില്ല. ബാക്കിൽ ഇതേപോലെ ഞാൻ നമ്മുടെ ബീഡ്സ് വെച്ച് കുത്തിയിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് ആ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ബാക്കിലുള്ള ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മളൊന്ന് പതിച്ചടിക്കണമെങ്കിൽ അതും കൂടി നമുക്കൊന്ന് പതിച്ചടിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനും അതേപോലെ തന്നെ കൂട്ടി അടിക്കാനും ഉള്ളൂ കേട്ടോ. ഒരുപാടൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ 3 ഇഞ്ച് താഴത്തേക്കാക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് കേട്ടോ. അതേപോലെ തന്നെ താഴത്ത് നമ്മൾ 3 ഇഞ്ചിൽ വിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള താഴത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ലെവലാക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ. അതിന് ശേഷമാണ് നമ്മൾ നെക്ക് ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 ഇഞ്ചിലാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഒന്ന് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് പീസിൻ്റെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. പിന്നെ ഞാൻ സ്ലീവിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചെറിയൊരു ബാൻഡായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു ബാൻഡ് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 ഇഞ്ച് വീതിയിലും അതേപോലെ തന്നെ 8 ഇഞ്ച് ലെങ്ത്തിലുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത്. നമ്മുടെ കൈവണ്ണത്തിനനുസരിച്ച് വേണം നമ്മൾ ആ ലെങ്ത്ത് എടുക്കാൻ. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം കേട്ടോ. നമ്മുടെ ഫുൾ ലെങ്ത്ത് അതിനെക്കൊണ്ട് ആ ലെങ്ത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിതാ സ്ലീവിൻ്റെ താഴത്തായിട്ട് നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ സ്റ്റിച്ച് വലിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് കിട്ടല്ലോ. അപ്പോൾ അതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 8 ഇഞ്ച് വീതിയിൽ 8 ഇഞ്ച് നീളത്തിലാണല്ലോ നമ്മൾ ബാൻഡ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വെക്കുന്ന സമയത്ത് നമ്മൾ ചീത്ത വശവും ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയുള്ളത് നല്ല വശത്തേക്ക് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത് ചീത്ത വശമാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മറ്റേതിൻ്റെ നല്ല വശമാണ്. അപ്പോൾ നല്ല വശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മറിച്ചിടുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. നല്ല വശത്തേക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ചീത്ത വശമാണല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തത് മുകളിലേക്ക് വെച്ചിട്ട് ഒരു മടക്കും കൂടി മടക്കിയിട്ട് ഒന്നുകൂടി അതിൻ്റെ മുകളിലേക്ക് ആ ഒരു പ്ലീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ഒന്നും കാണാത്ത ലെവലിൽ നമ്മളൊന്ന് മടക്കിങ്ങാണ്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. ഇതേപോലെ ചെറിയൊരു ഫോൾഡിങ് കൊടുത്തുങ്ങാണ്ട് കറക്റ്റായിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കാര്യം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്ലീവും അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുന്നത് ഞാനൊരു ജസ്റ്റ് ഒരു ചെറിയൊരു പോക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോക്കറ്റിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻസും കാര്യങ്ങളും എടുത്തതാണ്. നമ്മൾ 15 ഇഞ്ചിലാണ് നമ്മൾ ഒരു പോക്കറ്റ് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു നമ്മളെ ബട്ടൺസിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് 3 ഇഞ്ചിന്ന് വീതിയിൽ, അതേപോലെ തന്നെ ലെങ്ത്ത് വരുമ്പോൾ ഒരു 15 ഇഞ്ചിൽ അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ കൂട്ടി അടിച്ച് പിന്നെ നമുക്ക് താഴത്തേക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് മടക്കി അടിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.